Police File. പോലീസ് ഫയൽ ഇക്കുറി ഒരു ഹോം നഴ്സിന്റെ പിന്നാലെ പോകുകയാണ്. ായ വൃദ്ധയെ ഉറക്ക ഗുളിക നൽകി മയക്കി അവശതയിലാക്കി 75 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത ഈ യുവതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. സ്വന്തം മകളെ പോലെ സ്നേഹിച്ച വൃദ്ധയെ പറ്റിച്ച് ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നാണ് ഹോം നേഴ്സിനെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് ദുരൂഹതകൾ അവശേഷിപ്പിക്കുന്ന ഹോം നഴ്സിന്റെ വിക്രിയകൾക്ക് പിന്നാലെ ഞങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തേടി യാത്രയാവുകയാണ്. വൃദ്ധ മാതാപിതാക്കളെ ഹോം നഴ്സിന്റെ കൈകളിൽ ഏൽപ്പിച്ച് ഉത്തരവാദിത്വങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറുന്ന മക്കൾക്ക് ഈ ഹോം നഴ്സിന്റെ ഉദ്വേഗജനകമായ വെളിപ്പെടുത്തലുകൾ ഒരു പാഠമാകും. യാഥാർത്ഥ്യങ്ങൾക്ക് പിന്നാലെ ഞങ്ങൾ കോട്ടയം ഐമനത്തേക്ക്. സിനിമാ കഥയിലെ രാജകീയ ബംഗ്ലാവുകളെ പോലും വെല്ലുന്ന ആഡംബര കൊട്ടാരം, സുഖ സൗകര്യങ്ങൾക്ക് പുതിയ ഭാവങ്ങൾ നൽകി തലയെടുപ്പോടെ നിലകൊള്ളുന്ന ആഡംബര കൊട്ടാരം കാഴ്ചക്കാരെ അമ്പരപ്പിക്കും. ഏക്കറുകൾക്ക് നടുവിലുള്ള ഈ ബംഗ്ലാവ് നിരവധി സിനിമകൾക്കും ലൊക്കേഷനായി മാറിയിട്ടുണ്ട്. പൂന്തോട്ടവും നീന്തൽ കുളങ്ങളും ഫലവൃക്ഷാദികളുമൊക്കെ തിങ്ങി നിറഞ്ഞ ഈ സൗധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ പോലും വെല്ലുന്നു. കൊട്ടാരം സൂക്ഷിക്കാൻ 10ഓളം വേലക്കാർ, കാവലിനായി 8 നായ്ക്കൾ. നായ്ക്കളുടെ ചിലവ് മാത്രം മാസം 70,000-ഓളം രൂപയിലധികം. ബാക്കിയുള്ള ചിലവുകൾക്ക് ചിലവാക്കുന്ന തുകയ്ക്ക് വ്യക്തമായ കണക്കുകൾ പോലും സൂക്ഷിക്കുന്നില്ല. ഇതിനൊക്കെയുള്ള ഏക അവകാശി 83-കാരിയായ ഡോക്ടർ റേച്ചൽ റോഡ്സ്ട്രാം മാത്രം. ഭർത്താവ് റോഡ്സ്ട്രാം പാരീസിലും. അനന്തരാവകാശികളില്ലാത്ത ഈ വൃദ്ധയ്ക്ക് താങ്ങും തണലുമായി അവശേഷിക്കുന്നത് ഈ വീട്ടിലെ അന്തേവാസികൾ മാത്രം. 83-കാരിയായ വൃദ്ധയെ സംരക്ഷിക്കുന്നതിനും വീട്ടിലെ വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിനുമൊക്കെയായിട്ടാണ് അടുത്ത ബന്ധുക്കൾ 36-കാരിയായ വിജി എന്ന ഹോം നഴ്സിനെ ഈ വീടിന്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചത്. ചുരുങ്ങിയ സമയം കൊണ്ട് വിജി കൊച്ചമ്മയുടെ സ്നേഹഭാജനമായി മാറി. എന്തിനും ഏതിനും കൊച്ചമ്മയ്ക്ക് വിജി വേണമെന്നായി. കൊച്ചമ്മയ്ക്ക് പാരീസിൽ നിന്നും വരുന്ന പെൻഷൻ തുകയായ 1.5 ലക്ഷത്തിന്റെയും എസ്റ്റേറ്റിൽ നിന്നും കിട്ടുന്ന ലക്ഷങ്ങളുടെ വരുമാനവുമെല്ലാം കൈകാര്യം ചെയ്യുന്ന ഏക വ്യക്തി വിജി മാത്രമായിരുന്നു. കൂടാതെ പാരീസിൽ നിന്നും ഐമനത്തെ റേച്ചലിന്റെ വീട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്ന ചെക്കുകൾക്ക് കണക്കില്ല. 2 വർഷം കൊണ്ട് വിജി ഈ വീട്ടിലെ കാര്യസ്ഥയായി മാറി. വേലക്കാരികളെ ശാസിച്ചു നിർത്തി സമീപത്തെ വീടുകളിലേക്ക് വീട്ടിലെ ജോലിക്കാർ പോകുന്നത് കർശനമായി വിലക്കി. വിജി എന്ന സാധാരണ യുവതി കൊട്ടാരത്തിലെ കെട്ടിലമ്മയുടെ പരിവേഷത്തിലേക്ക് മാറുകയായിരുന്നു. ഈ ഹോം നേഴ്സ് ഇവിടെ ഒരു പ്രശ്നക്കാരിയായിരുന്നല്ലേ തുടക്കം മുതൽ? അതെ അതെ അതെയായിരുന്നു. കാരണം എല്ലാരെയും നമ്മളിങ്ങനെ പേടിപ്പിച്ച്
നിർത്തിയേക്കുമായിരുന്നു. എനിക്ക് പേടിയാ, ഞാൻ ഇതൊക്കെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ വെറുതെ. ഇല്ല, അതില്ല, ചിലർക്ക് ഒരു ആധിപത്യം അവർ ഉണ്ടാക്കിയല്ലേ. അതെ 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 അതെ. ഇവിടെ മൊത്തം എത്ര പേരുണ്ട്? ഇവിടെ മൊത്തം എന്നോട് കൂട്ടി 7 പേര്. 7 പേർക്ക് ഹോമിനിസ്റ്റിന് പേടിയായിരുന്നു. എന്തായിരിക്കും ഇത്ര പവറുള്ള ഒരു എല്ലാവരും ചീത്ത പറഞ്ഞായിരുന്നു നിർത്തിയിരുന്നത്. പിന്നെ കുറച്ചൊക്കെ കൈക്കാശൊക്കെ കൊടുക്കുമായിരുന്നു. ഇവളുടെ ഭർത്താവ് 47,000 രൂപ ശമ്പളക്കാരനാന്നും പറഞ്ഞാണ്ടാണ് ഇവിടെ വന്നിരുന്നത്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അതിൽ നിന്ന് ഇവിടെ പൈസ കൊണ്ടുവന്ന് ഇവിടെ ജോലിക്കാർക്ക് കൊടുക്കുമായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ കുറച്ചാളുകള് കൊച്ചമ്മനെ പേടിപ്പിച്ച് നിർത്തിയേക്കുമായിരുന്നു. കൊച്ചമ്മ ഇവള് പറയുന്നതെല്ലാം കേട്ട് എവിടെ ഒപ്പിട്ട് കൊടുക്കുമായിരുന്നു. ചേച്ചിയുമായിട്ട് എത്ര വർഷത്തെ പരിചയമുണ്ട് ഈ ഹോം നേഴ്സിന്? അവര് ഞങ്ങള് വന്നിട്ട് 2 കൊല്ലേ അവള് വന്നിട്ട്. ഞങ്ങള് വന്നിട്ട് 18 കൊല്ലം കഴിഞ്ഞു. ചേച്ചിയുമായിട്ടാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഞാനുമായിട്ട് വഴക്കായിരുന്നു. ഞങ്ങൾ തമ്മിൽ 2 പ്രാവശ്യം 2 അടിയും വെച്ചു കൊടുത്തു. അതെന്ത് കാര്യത്തിനായിരുന്നു? അത് എന്നാത്തിനായിരുന്നു? അവൾ എനിക്കിട്ടടിച്ച്, ഞാൻ അവക്കിട്ടടിച്ച് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ഇവിടെ. ഞാനും അവളോട് ചേരുവല്ല അടുക്കളക്കകത്ത് ഒരിക്കലും. അവളെന്നെ ഇവിടെ ഓടിക്കാൻ നോക്കിട്ടാ നോക്കിയതാ. ലാസ്റ്റ് സായിപ്പ് എലി ഇരുന്നെന്നും പറഞ്ഞ് സായിപ്പിനോട് പറഞ്ഞു കൊടുത്ത്. ഇംഗ്ലീഷ് അറിയാമല്ലോ. സായിപ്പിനോട് പറഞ്ഞു എനിക്ക് വൃത്തിയില്ലാണ്ട എലി എന്റെ അടുത്ത് വന്നു. അങ്ങനെ വന്ന് ഇനിയിപ്പോ സായിപ്പ് വന്നു കഴിഞ്ഞാൽ എന്നോട് കാണരുതെന്നാ കൊച്ചമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഇവള് പണി ഒപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. അങ്ങനെയായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഒരിക്കലും ചേർച്ചയില്ല. ചേച്ചിക്കറിയാം, യാതൊരു വശത്തിലും ഞങ്ങൾ ചേരുവല്ലായിരുന്നു അവസാനം വരെ. ഇവളുടെ ഹോം നേഴ്സ് എന്ന രീതിയിൽ ഇവിടുത്തെ ജോലി എന്തായിരുന്നു? അവിടെ ജോലിയല്ല അവള് കുഞ്ചൻ നടക്കുന്ന പോലെ ചെവിക്കകത്തും തൂക്കിയിട്ട് പറമ്പൂരി നടപ്പായിരുന്നു അവിടെ പണി. സിനിമാ നടൻ കുഞ്ചൻ നടക്കുന്ന എങ്ങനെയാ അതുപോലെയായിരുന്നു. അവിടെ പണി ചെയ്യുന്നത് ഈ തള്ളയായിരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും ഒരു പണിയില്ല. ഈ ഫോൺ ചെയ്ത് കാമുകന്മാരായിരുന്നു. ആദ്യം വന്നപ്പോ ഒരു കാമുകനായിരുന്നു. രണ്ടാം അവൻ 3 പ്രാവശ്യം ഇവിടെ വന്ന് കൊണ്ടുപോയി. പിന്നെ അവൻ വന്നിട്ടില്ല.